കിട്ടിയില്ല അമ്മേ. വാ, നമുക്ക് അവിടെയും കൂടെ നോക്കാം. വാ. മോളെ, അവിടെ നോക്ക്, ഇവിടെ നോക്ക് കേട്ടോ. ശരി. അവിടെ ഉണ്ടോ? അപ്പുറത്തെ ട്രോയിലോടെ നോക്ക്. വൗ. അല്ല, ഇത് എന്റെ അല്ലേ? ഇതെങ്ങനെ നിന്റെ അലമാരി വന്നു? അടിച്ചു മാറ്റി തല്ലടി കള്ളി. പറയടി, ആ ചെക്ക എവിടെ? അമ്മയാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. എന്നെ കൊണ്ട് കള്ളസത്യം ഇട്ടാലുണ്ടല്ലോ. അയ്യോ, സത്യമാണമ്മ. ചിലപ്പോ താരേച്ചി എടുത്തതാണെങ്കിലോ? കമോൺ ബേട്ടി, പോ മോളെ. ഞാൻ രക്ഷപ്പെട്ടു. ബേട്ടി, ലുക്ക്, എല്ലായിടത്തും ലുക്ക്. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഇതെന്താ എന്റെ മുറിയിൽ നോക്കുന്നത്? ചെക്ക് 25 lakhs ചെക്ക് നീ മോഷിച്ചോ? പറയണേ. അയ്യോ, ചെക്കോ? അമ്മ, ഞാൻ എടുത്തില്ല. ഞാൻ മോഷ്ടിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആ സ്വഭാവം ഇവിടെ ഒരാൾക്കേ ഉള്ളൂ. ഇവൾക്ക് അമ്മേ, ചെക്ക് മോഷണം പോയെങ്കിലേ ഇവിടെ തന്നെയായിരിക്കും പ്രതി. അമ്മേ, ചെക്ക് അവളുടെ മുറി തന്നെ കാണും. അമ്മേ, അമ്മ കിട്ടി. താരേ, ടെൽ മീ, നീ എന്തിനാ ഇവിടെ മുറി കയറി ചെക്ക് മോഷ്ടിച്ചത്? അയ്യോ അമ്മേ, ഞാൻ എടുത്തിട്ടില്ല. ഇതെങ്ങനെ ഇവിടെ വന്നു എനിക്ക് അറിയില്ല. ആരെങ്കിലും എടുത്തോണ്ട് വരാതെ ചെക്ക് തനിയെ നടന്നു വരില്ലല്ലോ. ടെൽ മീ ബേട്ടി, ട്രൂത്ത് ടെൽ മീ, നീ എന്തിനാ മോഷ്ടിച്ചത്? അയ്യോ അമ്മേ, സോറി 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 സോറി. നീ എന്തിനാ മോഷ്ടിച്ചതെന്ന്? ഇനി മോഷ്ടിക്കില്ല. അമ്മേ, ഞാൻ മാത്രമല്ല, അവളെ കൂടി ചേർന്ന് മോഷ്ടിച്ചത്. ആഹാ, അത് ശരി. ഇവിടെ കമ്പോൺ, ഇവിടെ വരാനല്ലേ പറഞ്ഞത്? ഇവിടെ വാ, ഇവിടെ പോളെ, ഇത് പിടിച്ച്. ആഹാ, നീ എന്നെ കിളവിന്ന് വിളിക്കുവല്ലേ കള്ളി? ഇങ്ങോട്ട് പോ. നീയൊക്കെ രണ്ടും കൂടി കുശുമ്പെടുത്ത് മോഷിക്കും അല്ലേ കള്ളികളെ? ജ്യോതിയോട് സോറി പറയടി. സോറി സോറി സോറി. ഈ അഹങ്കാരം കാണിച്ചതിന് രണ്ടിനെ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. അതൊന്നും വേണ്ടമ്മ, എന്തായാലും ചെക്ക് കിട്ടിയല്ലോ. ഇവരത് തമാശക്ക് ചെയ്തായിരിക്കും. ശത്രുത കൊണ്ടാണെങ്കിലും കുശുമ്പ് കൊണ്ടാണെങ്കിലും ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത് കേട്ടോ. ഈ പണം എന്റെ വീട് തിരിച്ചു പിടിക്കാനാ. ചിത്ര, ആര് പറഞ്ഞിട്ടാ നീ ഇതെടുത്ത് മാറ്റിയത്? അതല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് തന്നെ തോന്നിയത്. നീയും നിന്റെ ആങ്ങളെയും രണ്ടു വിധത്തിൽ എന്നെ. അതെ, എങ്ങനെയെങ്കിലും DK വീഴ്ത്തിയേ പറ്റൂ. എല്ലാം നിങ്ങളുടെ പിടിപ്പേട് കൊണ്ട് പറ്റിയതാ. DK വെറുപ്പിച്ചതും നിങ്ങളാ. അതുകൊണ്ടുണ്ടായ നഷ്ടം എത്ര വലുതാന്ന് അറിയോ നിങ്ങൾക്ക്?
തിരിച്ചുപിടിക്കണം, എല്ലാം തിരിച്ചുപിടിക്കണം. ഇത് അവസാനത്തെ കളിയാ. ഇതിലും തോറ്റ നമുക്ക് പിന്നെ ഒരു രക്ഷയില്ല. അത് ഓർമ്മ വേണം. അവനെ വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാം. ആ ജ്യോതി ഒരു ഭാഗ്യമുള്ള പെണ്ണ. ഏത് അപായത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു ഭാഗ്യം അവക്കുണ്ട്. പക്ഷേ ഇത്തവണ അവള് രക്ഷപ്പെടരുത്. അത് ഓർമ്മ വേണം. എന്ത് പറ്റി? എന്റെ ബാഗ് തട്ടിപ്പറിച്ചു. ഒന്ന് പോയി പിടിക്കോ പ്ലീസ്. ബേട്ടി, അമ്മയ്ക്ക് എന്നോട് ഒട്ടും ദേഷ്യമില്ലേ അമ്മ? ഇത്രയും പണം ഞാൻ കൊണ്ടുപോയി കളഞ്ഞില്ലേ? മോളെ, പണം ഇന്ന് കമ്മിങ്, നാളെ ഗോ ഔട്ട്. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകൾ അതിനെ ചക്രം എന്ന് വിളിക്കുന്നത്. പോകാനുള്ളത് പോകും, വരാനുള്ളതാണെങ്കിൽ വരും. ആ കള്ളം മോഷ്ടിച്ചതിന് ഞാൻ എന്തിനാ എന്റെ മോളെ വഴക്ക് പറയുന്നത്? ഈ പണം എന്റെ മോടെ കൂടി പണമല്ലേ? ഡോണ്ട് വറി, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കരയല്ലേ മോളെ. കരഞ്ഞല്ലേ നമ്മൾ തോറ്റുപോയി എന്നർത്ഥം. മോൾ ഹാപ്പി ആയിട്ടിരിക്കണം. അമ്മയ്ക്ക് അതും മതി. വാ, ദേ അമ്മ നല്ല ചൂടുള്ള ചായ ഇട്ട് തരാം. കമോൺ ബേബി, കമോൺ, വാ. പാവന്റെ കുട്ടി. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? സത്യം അവിനാഷ്, മൂർത്തി ഞാനും കൂടെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോ മുറി ആകെ വലിച്ചു വാരി ഇട്ടേക്കുവാ. അലമാരയും കുത്തിപ്പൊളിച്ചിട്ടേക്കുവാ. ഇങ്ങോട്ട് അവിനാഷ്, ഇതാരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയ ഓപ്പറേഷനാ. ആ DK തന്നെയാണോ ഇതിന്റെ പിന്നിലെന്നാ എനിക്ക് സംശയം. എല്ലാം കൊണ്ട് തൊലച്ചല്ലോ മൂർത്തി. അവനെ തളയ്ക്കാനുള്ള ആയുധമായിരുന്ന പണം, അതാ നിങ്ങളോട് കളഞ്ഞത്. അതോ ഇനി രണ്ടുപേരുടെ പണം അടിച്ചു മാറ്റിയിട്ട് എന്റെ മുന്നേ നാടകം കളിക്കാണ്? നോ, ഇല്ല അവിനാഷ്, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഫ്രോഡ് പണി കാണിക്കില്ല. കാരണം ആ DKക്ക് വെച്ച പണിയാണത്. അത് പാളിയതില എന്റെ സങ്കടം. എത്ര കഷ്ടപ്പെട്ടാ പണം നമ്മുടെ വന്നത്, എല്ലാം നശിപ്പിച്ചു. സോറി അവിനാഷ്, ഐ എം വെരി സോറി. ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട്. നല്ലൊരു അവസരം നഷ്ടപ്പെട്ടതില്ല എന്റെ സങ്കടം. ശരി ശരി, എന്താ വേണ്ടെന്നൊക്കെ നമുക്ക് ആലോചിക്കാം. എന്നാലും ആ പണം നമ്മുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയത് ആരായിരിക്കും മൂർത്തി? ഈ പണം ഇനി ചലിക്കേണ്ടത് ഞാൻ തീരുമാനിക്കുന്ന വിധത്തില. ഇത് അവിടുന്ന് അടിച്ചു മാറ്റിയത് എന്റെ ആളാണടാ മൂർത്തി. അതെന്തിനാണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാവും. പോലീസിനോടാണോ നീ കളിക്കുന്നത്? നീ പറയുന്ന പോലെ നമ്മുടെ ഈ പ്ലാൻ ഇനി എങ്ങനെ നടക്കാനാ? പണം ഇനി എങ്ങനെ കിട്ടും? ആര് തരും അവിനാഷ്? ഞാൻ തരും. അവർക്ക് കൊടുക്കാനുള്ള പണം എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. എഗ്രിമെന്റ് ഞാൻ പറയുന്ന പോലെ എഴുതണം.
അവരുടെ മുഴുവൻ പ്രോപ്പർട്ടിയും എന്റെ പേരിൽ തന്നെ വരണം. ഓക്കെ, നാളെ രാവിലെ ഞാൻ പണം നിങ്ങളെ ഏൽപ്പിക്കാം. അല്ല, ഇതിൽ ഞങ്ങൾക്കെന്താ ലാഭം? DK വരച്ചവരെ നിർത്തി ബിസിനസ്സിൽ തിരികെ കയറാനോ നഷ്ടപരിഹാരം വാങ്ങാനോ ഉള്ള അവസരം നിങ്ങൾക്ക്. എനിക്ക് എന്റെ സ്വപ്നം. പിന്നെ ആ പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്നതിൽ ഒരു പങ്ക് അതും ഞാൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. എഗ്രീഡ്? മോള് വിഷമിക്കണ്ട, ഈ കടം അച്ഛൻ വേഗം തീർക്കും. ഈ വീട് വിൽക്കാൻ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? എനിക്കറിയാം അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അതെന്തോ ആവട്ടെ, ഒരു കാര്യം അച്ഛൻ ഉറപ്പുവരാം, നിന്റെ ഇഷ്ടത്തിനെതിരായി നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അത് ഈ അച്ഛൻ മോൾക്ക് തരുന്ന വാക്കാ. മോള് പേടിക്കണ്ട. ആ പ്രേമോളെ, ചേച്ചി, ഓ ചേച്ചി, എന്റെ ജീവിതം തീർന്നു. ചേച്ചിക്കൊരു അബദ്ധം പറ്റിയതല്ലേ മോളെ? ആ പണം മോഷ്ടിച്ചോണ്ട് പോകുന്നു ചേച്ചി കരുതിയോ? മോളെ സമാധാനിക്ക. എന്തായാലും DK വരട്ടെ, ചേച്ചി എന്തെങ്കിലും വഴിയുണ്ടാക്കാം. വേണ്ട ചേച്ചി, ഇനി ഒരു വഴി അന്വേഷിക്കണ്ട. പണത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. എങ്ങനെ? ആ മൂർത്തിയും വൈജയന്തിയും കൂടെ വന്ന് പണം തന്നു. എല്ലാം ആ അവിനാശിന്റെ ഏർപ്പാടാ. എന്നിട്ട് DK എന്ത് പറഞ്ഞു? അവളെ ചീത്ത പറഞ്ഞോ? പറഞ്ഞു, എന്നെ ചീത്ത പറഞ്ഞു. എന്താ? ഇത്തരം സില്ലി കാര്യങ്ങൾക്ക് മേലിൽ എന്നെ വിളിച്ചു പോകരുതെന്ന്. അതെന്താ DK അങ്ങനെ പറഞ്ഞത്? ഇനി തിരിച്ചു വരുമ്പോ അവളോട് നേരിട്ട് ചോദിക്കാനാണോ? അല്ല, അമ്മയുടെ പണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള അവകാശം അമ്മയ്ക്കുണ്ടെന്ന്. അപ്പൊ അവിടെ നമ്മൾ ശശിയായി. ഏയ് ബേട്ടീസ്, നിങ്ങളുടെ ഐഡിയ ഒന്നും വർക്കൗട്ട് ആവില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മേലിൽ ഈ കാര്യത്തെ കുറിച്ച് ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. ഉണ്ടായാൽ രണ്ടിനെ അന്ന് അടിച്ചു പുറത്താക്കി ഞാൻ. ലേഡീസ് ഫിംഗർ വിത്ത് താക്കോലോ? ഓ, എന്റെ മൂത്ത മരുമകളാണോ? മൂത്ത മരുമകളോ? ഞാനോ? നിന്നെ ഞാൻ ഇതുവരെ എന്റെ അമ്മായിയമ്മയായിട്ട് അംഗീകരിച്ചിട്ടേയില്ല. പിന്നെ എങ്ങനെ ഞാൻ നിനക്ക് മരുമകളാവൂടി? അതിനി അധികം താമസമൊന്നും വരില്ല. ഈ വീടിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണ് ഈ താക്കോൽ. നിനക്കിതിന്റെ വില മനസ്സിലാവില്ല. അതുകൊണ്ടാ ഇത് തോന്നിയെടുത്തൊക്കെ കളയുന്നത്. വീട്ടിലെ നല്ല കള്ളികളുണ്ടെങ്കിൽ പേടിക്കണം. ഇല്ലെങ്കിൽ താക്കോൽ എവിടെ വെച്ചാലെന്താ, ഒരാളും എടുക്കാൻ പോകുന്നില്ല, അവിടെ തന്നെ കാണും.
ഇങ്ങൊന്ന് ഏയ് ഏയ് തരാൻ ഏയ്, ഏയ്, വിട്. താ വിടാൻ. എന്റെ താക്കോല് താ. വിടാനല്ലേ പറഞ്ഞത്? വിട്. ഏയ്, ആ. താങ്ക്സ്. ഇതിന്റെ ഭാരം നീ താങ്ങില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതല്ലേടി. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് എനിക്കറിയാം. എന്നാ കേട്ടോ, ജ്യോതി എന്ന ഞാൻ DK എന്ന ഹിറ്റ്ലറിന്റെ അഭിമാന പ്രതീകമായ ഈ വീടും വീടിന്റെ അന്തസ്സും വിശ്വാസവും കാത്തുസൂക്ഷിക്കുമെന്നും ഈ വീടിനോട് പൂർണ്ണമായ വിധേയത്വവും ഉത്തരവാദിത്വവും കാണിക്കുമെന്നും ഈ വീടിന്റെ അധികാരി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുമെന്നും ഈ വീട്ടിലെ എന്റെ മൂത്ത മരുമകളായ മായയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. എടീ, മാറടി. നീ എന്താ കോമഡി കാണിക്കാണോ? ആദ്യം നീ ഈ വീടിനെ മനസ്സിലാക്ക്. ഇവിടെയുള്ളവരുടെ വിലയും നിലയും മനസ്സിലാക്ക്. ഉം. എന്നിട്ട് ഇവിടെയുള്ളവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കണം. ഒരുമയോടെയും സന്തോഷത്തോടെയും കുടുംബത്തെ ഒന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. DKയുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറണം. നിന്നെ യഥാർത്ഥ ഭാര്യയായിട്ട് DK അംഗീകരിക്കണം. അങ്ങനെ വരുന്നൊരു ദിവസം മാത്രമേ നിന്നെ ഞാനൊരു അമ്മായി അമ്മയായിട്ട് അംഗീകരിക്കൂ. പക്ഷേ ഇതൊന്നും നിന്നെ കൊണ്ട് നടക്കില്ല. നടക്കും. നിന്റെ അഹങ്കാരത്തിന്റെ മീറ്ററുണ്ട്. എന്നെ അളക്കാൻ ശ്രമിക്കല്ലേ മരുമോളെ. എനിക്ക് ചുറ്റിലുള്ള എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി ശീലിച്ചവളാ ഞാൻ. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പും സന്തോഷവും എന്താണെന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. എന്റെ ഭഗവതി, ഇവിടെ വെച്ചാണല്ലോ ഞാനും ആ ഹിറ്റ്ലറും കണ്ടുമുട്ടിയത്. എത്ര പൂജ നടത്തി, എന്തെല്ലാം വഴിപാടുകൾ നടത്തി. എന്നിട്ടും ഇയാളെ ആണല്ലോ നീ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഇനി ഇയാളെ എന്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റാൻ എന്ത് പൂജ ചെയ്യണം ഞാൻ? എന്ത് വഴിപാട് ചെയ്യണം ഞാൻ? എങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഇയാളെ ഒന്നെടുത്ത് മാറ്റി തരണേ എന്റെ ഭഗവതി. അയ്യോ, ആ വാ ബേട്ടി. ആ ചെരുപ്പിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? ഇഡിയറ്റ്, പോയി ചെരുപ്പ് ഊരിയിട്ടിടുവാ. ഓഹോ, അത് ശരി. ഇപ്പൊ ഊരിയിടാം കേട്ടോ. കാത്ത് രക്ഷിക്കണേ. എവിടെ കൊണ്ടുപോയാലും ഇവിടെ മണ്ടത്തരങ്ങളാണല്ലോ കാണിക്കുന്നത്. നാട്ടുകാരുടെ ചീത്തവിളി കേൾപ്പിക്കാനാണോ ഭഗവതി ഇവിടെ നീ എന്റെ തലയെ കെട്ടിവെച്ചത്? നിനക്ക് എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്യാം, എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാം. എങ്ങനെയെങ്കിലും ഇതിനെ എന്റെ തലേന്ന് ഒന്ന് ഒഴിവാക്കി തരണേ എന്റെ ഭഗവതി. ഭഗവതി, എന്റെ ചെരുപ്പേ ആ കപ്പട മീശക്കാരൻ കൊണ്ടുപോയി. തിരിച്ചു ചെരുപ്പിടാതെ ഞാൻ എങ്ങനെ പോവും? ഞാൻ ഇനി ചെരുപ്പിന് എന്ത് ചെയ്യും? അല്ല, DKയുടെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു തരാൻ പറയട്ടെ. എന്തെന്ന് പറഞ്ഞോളാനോ?
ശരി, എന്നാ പിന്നെ ഡിക്കയോട് പറയാം ചെരുപ്പ് വാങ്ങിച്ചേരാം. ഈ ഹിറ്റ്ലറിനോട് പറഞ്ഞ ഇയാളിനി വാങ്ങിച്ചു തരുമോ എന്തോ. ഐ ആം എ പോലീസ് ഓഫീസർ. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. എന്താ, അറസ്റ്റ് ചെയ്യട്ടെ? ഈ മെസ്സേജ് പ്രിയയുടെ ഫോണിൽ നിന്ന് വന്നതാ. ആരേത് അയച്ചത്? നിങ്ങളല്ലേ? എനിക്കറിയാമാണെന്ന്. ഒരു വഴിയുണ്ട്, ഇത്തിരി കടന്ന അയ്യ, പക്ഷേ വേറെ വഴിയില്ല. ഈ മെസ്സേജ് കണ്ടത് സൂര്യ. അവള് ബഹളം ഉണ്ടാക്കി. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ വിശ്വസിച്ചില്ല. ഈ മെസ്സേജ് കാരണമാ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇനി പറ, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യണോ, അതോ ഈ നമ്പറിന്റെ ഉടമസ്ഥയായ നിങ്ങളുടെ മകൾ പ്രിയയെ അറസ്റ്റ് ചെയ്യണോ? പ്രിയയ്ക്ക് വേണ്ടി സൂര്യ ഡിവോഴ്സ് ചെയ്യണം ഞാൻ ആഗ്രഹിച്ചെന്നുള്ള നേര. പക്ഷേ ഒരിക്കലും അവളുടെ മരണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ കാരണം അവൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയും എന്റെ ആഗ്രഹത്തിനെതിരെ നിന്നാ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അത് പിന്നെ ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ കരുതിയില്ല. സംഭവിച്ചു. ഇനി ഈ കാര്യം നമ്മൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കാൻ പാടില്ല. ഈ അഗ്രിമെന്റിൽ ഒപ്പിട്ടത് സൂര്യ തന്നെയാ. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും. ഇനി മേലിൽ ഇതുപോലെ ഇറിറ്റേറ്റീവായിട്ട് പെരുമാറരുത്. തീരുമാനിച്ചിട്ടുള്ള പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. ഇല്ലെങ്കിൽ ഇന്നത്തെ സൂര്യയുടെ അവസ്ഥ നാളെ ആർക്കും ഉണ്ടാവാം. ചിലപ്പോ നിങ്ങളുടെ ഭർത്താവ് വണ്ടി ഇടിച്ചു മരിച്ചെന്നും വരാം. തൊട്ടില് കെട്ടിയ കുഞ്ഞുങ്ങളുണ്ടാവും പോലും. ഒരു ഭാര്യയും ഭർത്താവും ഒരേ മനസ്സോടെ സ്നേഹിച്ച് ജീവിക്കുമ്പോഴാ ഈശ്വരൻ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഇത് ചുമ്മാ മനുഷ്യന്റെ മനസ്സമാധാനം കളയാൻ ഓരോ നേർച്ചകളും. ഇനി അമ്മയുടെ കൂടെ ഒരു ക്ഷേത്രത്തിലും ഞാൻ പോവില്ല. ഹലോ, ആരെ ഈ ചീത്ത പറയുന്നത്? എന്നാണോ? അല്ല, ഞാൻ എന്നെ തന്നെ പറഞ്ഞോ. എന്തിന്? അല്ലാതെ തന്നെ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ ചീത്ത പറയുന്നുണ്ടല്ലോ. വായടച്ചൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? നീ എങ്ങോട്ടേക്ക് കയറി വരുന്നേ? വേറെ എവിടെയെങ്കിലും പോയിരിക്കേ. ഹലോ, ഈ നാട്ടിലിപ്പോ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പക്ഷെ നീ എന്നെ തൊടണ്ട. നീ ഒറ്റൊരുത്തിയാ ഇതിനെല്ലാത്തിനും കാരണം. എന്റെ ജീവിതത്തിന്റെ 7 അയലക്കത്ത് പോലും നിന്നെ ഞാൻ കേട്ടത്തില്ല. അയ്യോ, കേറാൻ ഞാൻ വരുന്നില്ലേ? പിന്നെ ഒരു തൊട്ടില് കെട്ടിയ കാര്യം, അതിനെക്കുറിച്ച് എനിക്ക് ഒരറിവില്ലായിരുന്നേ. എല്ലാം നിങ്ങളുടെ അമ്മയുടെ പ്ലാനാ. വല്ലതും പറയാനുണ്ടെങ്കിലേ അത് അമ്മയോട് നേരിട്ട് ചെന്നങ്ങ് പറഞ്ഞേച്ചാ മതി. അതെങ്ങനെയാ? അമ്മയെ കാണുമ്പോ ഇപ്പോഴും നിക്കറി മുള്ളുന്ന കൊച്ചുകുട്ടിയെ പോലെയാ പെരുമാറ്റം. വലിയ ഹിറ്റ്ലർ ആണത്രേ, ഹിറ്റ്ലർ. നീ ഇതുവരെ റെഡിയായില്ലേ? ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. നമ്മൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? ഒറ്റ വീക്ക് വെച്ചു ഞാൻ. എടി, അവസരങ്ങൾ ഉപയോഗിക്കുന്നവരാ ജീവിതത്തിൽ വിജയിക്കുന്നത്. എടി, ഇതാ നിന്റെ ചാൻസ്. അവന്റെ ഭാര്യ ഹോസ്പിറ്റലാണെന്ന് നിനക്കറിയില്ലേ? അതിന് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ഇനി ഒരിക്കലും അവൾ ആ കിടപ്പിന്ന് എഴുന്നേക്കത്തില്ല. ജീവിത അവസാനം വരെ ഈ കിടപ്പ് കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാര് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുത്തിക്ക് വേണ്ടി അവൻ ജീവിതം പാഴാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ അവനെ കൊണ്ട് വീട്ടുകാര് തന്നെ വേറെ വിവാഹം കഴിപ്പിച്ചെന്നും വരും. അതെ, അപ്പൊ നീ വഴിയാധാരമാവരുത്, പറഞ്ഞേക്കാം. ഈ സമയത്ത് അവിടെ പോയി നിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു വെച്ചാ എല്ലാം ഭംഗിയായിട്ട് നടക്കും. കൊള്ളാമ്മേ, അപ്പൻ ചെത്ത് കട്ടിലടിയാൻ കാത്തു കിടക്കുന്നെന്ന് പറയുന്ന കഥ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് നാണമില്ലേ ഈ സമയത്ത് ഈ കാര്യം അവിടെ പോയി പറയാൻ?
നമുക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. ഞാൻ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന നിങ്ങളുടെ പ്രാർത്ഥനയെന്നും എനിക്കറിയാം. അപ്പൊ നീ പ്രാർത്ഥിച്ചെന്താ? ഞാൻ പ്രാർത്ഥിച്ചത് അത് പിന്നെ അഥവാ കുട്ടികളുണ്ടായ ആൺകുട്ടി മതിയെന്ന. അയ്യോ, എന്നെ കൊണ്ട് ഇനി ഈ ടെൻഷൻ താങ്ങാനുള്ള ശക്തിയില്ല. അച്ഛാ, എന്താ മോളെ? എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു മോളെ. അച്ഛാ, അമ്മ എന്നെ... പ്രിയമോളെ, നീ ഇങ്ങോട്ട് വന്നേ. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ആശാലതേ, മോൾ എന്നോട് എന്തോ പറയാൻ വന്നതാ. ആദ്യം അത് പറയട്ടെ, അതിനുശേഷം നിനക്ക് പറയാനുള്ളത് കേൾക്കാം. എന്താ മോൾക്ക് അച്ഛനോട് പറയാനുള്ളത്? എന്തു പറയാൻ? ഞാൻ ഇവളെയും കുട്ടി ഒന്ന് പുറത്തു പോകാൻ ഇറങ്ങിയതാ. അത് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാ ഇവള്, അല്ലേ മോളെ? അതെ, അത് തന്നെയാ. അല്ല, നിങ്ങളുടെ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തേ അതെടുത്തില്ലേ? അയ്യോ, അത് മറന്നുപോയല്ലോ. ബാങ്കിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് പോരുന്നു. ഓ, നിങ്ങളുടെ ഈ മുടിഞ്ഞ മറവി രോഗം കൊണ്ട് തോറ്റു. ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഇപ്പൊ അവരെന്നെ വിളിച്ചതേ ഉള്ളൂ. പോയി സ്കൂട്ടർ എടുത്തോണ്ട് വാ മനുഷ്യ. ശരി, ഞാൻ പോയിട്ട് വരാം. സംഭവിച്ചതൊക്കെ നീ അച്ഛനോട് പറയാൻ പോവായിരുന്നു അല്ലേടി? അപ്പോ നിനക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി. അല്ലടി നാണം കെട്ടവളെ. അച്ഛനോട് മാത്രമല്ല, ചേച്ചിയോട് ഞാൻ എല്ലാം പറയാനാ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എനിക്കിത് ചേച്ചിയോട് മറക്കാൻ വയ്യ. എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ. ഓ, അത് ശരി. അപ്പോ നിനക്ക് എന്നെക്കാൾ വലുത് നിന്റെ ചേച്ചിയാണല്ലേ? ഞാൻ നിനക്ക് ആരുമല്ല. പെറ്റമ്മ പറയുന്നതിനേക്കാൾ വലുത് ചേച്ചി പറയുന്നതാണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇതിനേക്കാളും നല്ലത് കേട്ട് തൂങ്ങിച്ചാവുന്നതാ. അമ്മ എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്റെ വാക്കിന് നീ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും എനിക്ക് മനസ്സിലായി. നിന്റെ ഭാവി നശിപ്പിക്കുന്നതായി നീ തന്നെയാ. ഇതെല്ലാം തുടങ്ങി വെച്ചതാരാ? നീയല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുമ്പോ നീ ഒഴിഞ്ഞു മാറുന്നു.